പ്രിയ കർഷകർ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ജെയിംസ് കാരപ്പുറം. ഇത് റെഡ് സിന്ധി ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുവാണ്. റെഡ് സിന്ധി ജേഴ്സി 2 പല്ലുള്ള പശുവാണ്. ഇത് പ്രസവിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മാസത്തോളം ആയി പ്രസവിച്ചിട്ട്. 2 പല്ലുള്ള പശുവാണ്. രാവിലെ ഒരു 10-10.5 ലിറ്റർ പാലൊക്കെ രാവിലെ കിട്ടുമായിരുന്നു. രാവിലെ പ്രസവിച്ച ഇടയ്ക്കൊരു 3 മാസം 4 മാസം വരെയൊക്കെ. ഇപ്പം ടോട്ടലൊരു 10 ലിറ്റർ പാല് കിട്ടും 2 നേരം കൂടെ. 10 ലിറ്റർ പാല് തൊട്ട് താഴെ വരെ ഉള്ളൂ. 10 ലിറ്റർ പാലിന് മുകളിലോട്ടൊന്നും പൊങ്ങുന്നില്ല. ഇപ്പോൾ ചനയുണ്ട്. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ല. എന്ത് കൊടുത്താലും ഇതിങ്ങനെ ഇരിക്കുള്ളൂ. നമ്മൾ 2 കിലോ കടലപ്പിണ്ണാക്ക് ഒരു ദിവസം കൊടുത്താലും അത് പാലായിട്ട് വരിക അല്ലാതെ ഇതിൻ്റെ ശരീരത്തിൽ പിടിക്കില്ല. എന്താണെന്നറിയത്തില്ല. ഇത് ഇങ്ങനെ ഒരു മോഡലാണ്. എത്ര ആയാലും ഇതിങ്ങനെ നിൽക്കുള്ളൂ. 2 വലിയ പശുവാണ്. മതി ഓട്ടോ കറക്കാനൊക്കെ നല്ല സുഖമാണ്. കറക്കാനാണെങ്കിൽ ഇങ്ങനെ വിരലിങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. കുളിപ്പിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ പാല് വീട്ടിൽ തുടങ്ങും. ആദ്യം ഇതിനെ കുളിപ്പിക്കുകയാണെങ്കിൽ ഇതിനെ കറന്നിട്ടേ പിന്നെ മാറാൻ പറ്റുള്ളൂ. ഞാനതുകൊണ്ട് എല്ലാവരെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഇതിനെ ഒന്ന് കുളിപ്പിക്കാറുള്ളൂ. അല്ലാതെ കിടക്കുമ്പോഴൊന്നും പാലൊന്നും ലീക്ക് ചെയ്യത്തൊന്നുമില്ല. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇപ്പം പ്രസവിച്ചിട്ട് 10 മാസമായില്ലേ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ അതിന് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ മറുപടിയൊക്കെ ഞാൻ പറയും. ഇതിന് നമ്മൾ സ്ഥിരമായിട്ട് ജംബോ ലായനി 2 നേരം കൊടുക്കുന്നുണ്ട്. 50 മില്ലി രാവിലെ 50 മില്ലി വൈകിട്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഇതുപോലെ ഇങ്ങനെ ഗ്ലാമറായിട്ട് നിൽക്കുന്നത്. റെഡ് സിന്ധി ജേഴ്സിയാണ്. നല്ല ബ്രീഡ് പശുവാണ്. ചെറിയ പശുവാണ്, എന്നാൽ അത്ര ചെറുതുമല്ല. ബ്രീഡ് പശുവാണ് കേട്ടോ. മനുഷ്യനെക്കാട്ടി നല്ല സ്വഭാവമുള്ള പശുക്കളാണ്. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഏകദേശം ഒരു 3 മാസം ചനയായിട്ടുണ്ട്. പരിശോധിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ചനയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നുകൂടെ പരിശോധിച്ച് ഒന്ന് ഉറപ്പ് വരുത്താൻ പറഞ്ഞു. പശുവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. അത്യാവശ്യം നല്ല ബ്രീഡ് പശുവാണ്. റെഡ് സിന്ധി ജേഴ്സി 2 പല്ല് പശു. ഞാനിതിനെ മായാവി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാരണം ഈ ചെറിയ കൊമ്പൊക്കെ ആയതുകൊണ്ട് മായാവി എന്നാണ് സാധാരണ വിളിക്കാറ്. ഓക്കെ, ഗുഡ് ബൈ.